ഒരു കാര്യം അമ്മായി മനസ്സിലാക്കിക്കോ. കാതറിൻ നിത്യയോട് സംസാരിച്ച ഇന്നീ മണ്ഡപത്തിൽ പിന്നെ ഒന്നും നടക്കില്ല. നിത്യ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. മോൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് പോലെ അമ്മായിക്ക് ചെയ്യാവോ? ചെയ്യാവെങ്കിൽ മാത്രം ഇന്നീ മണ്ഡപത്തിൽ നിത്യ താലി കെട്ടുന്നത് വിമലായിരിക്കും. ദേ, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. അയ്യോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറ. ഹാളിന്റെ പിൻഭാഗത്ത് കുറച്ച് മുറികളില്ലേ? സാറേയും കാദറിനെയും എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് വിളിപ്പിക്കണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്ന് ദൈവമേ, കുരുക്കുമ്പോ കുരുക്ക് വീണോണ്ടിരിക്കുവാണല്ലോ. എടാ പൊന്നുമോനെ, ഇതെല്ലാം കഴിയുമ്പോ നീ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നീങ്ങുമല്ലോ അല്ലേ? സാറേയും കാദറിനെ ഇവിടുന്ന് ഒഴിവായ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനമ്മായി. മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എന്റെ തീരുമാനം പ്രഖ്യാപിക്കും. മതി, അമ്മായിക്ക് എന്നെ വിശ്വസിക്കാം. എന്നാ ശരി, ഞാന് എങ്ങനെയെങ്കിലും അവളുമാരെയൊന്ന് കണ്ടുപിടിക്കട്ടെ. ഇതൊന്ന് നടന്നു കിട്ടിയാ മതി. എന്നിട്ട് അവളുടെ കയ്യും പിടിച്ച് ഇവിടുന്നൊന്ന് ഇറങ്ങുന്നത് വരെ മനസമാധാനം കിട്ടൂല. ഇത് നടക്കുന്നത് വരെ എനിക്കും സമാധാനമില്ല. അമ്മായി ചെല്ല്. കല്യാണ ചെറുക്ക, എന്റെ അമ്മേ, മണവാട്ടിയുടെ വേഷത്തില് എന്ത് ചന്തമാ എന്റെ മോളെ കാണാൻ. അല്ല ഇതെന്താ പരിപാടി? കല്യാണത്തിന് ആളെ വിളിച്ചു കൂട്ടിയിട്ട് അമ്മയും മോളും കൂടെ ഇവിടെ ഒന്ന് ഉമ്മ വെച്ച് കളിക്കുകയാണോ? ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ പോടി. എങ്ങനെയുണ്ട് നിത്യമോൾ ഒരുങ്ങിയിട്ട്? സൂപ്പർ. പക്ഷേ ഒരു കുറവുണ്ട്. അല്ല, ഞാൻ നോക്കിയിട്ട് ഒരു കുറവും ഇല്ലല്ലോ. എന്താ നീ കണ്ട കുറവ്? ഒരു ചിരിയുടെ കുറവുണ്ട്. നിത്യേച്ചിക്ക് ഇപ്പോഴും ടെൻഷനാണമ്മേ. ഉണ്ടോ മോളെ? എല്ലാം മറന്നേക്ക്. ഇനിയുള്ള ജീവിതം ഈ അമ്മയുടെ കൂടെയാ. നിന്റെ സന്തോഷത്തിന് ഒരിക്കലും ഒരു കുറവും വരില്ല. മോളെ, നിന്നെ ഈ വേഷത്തിൽ കാണാൻ അച്ഛൻ എത്രമാത്രം ആഗ്രഹിച്ചാന്നറിയോ? ഈശ്വരന്മാരത് നിറവേറ്റി തന്നല്ലോ. സുജാതെ, ഇനിയിപ്പോ ഈ മണ്ഡപത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എനിക്കതൊന്നും അത്ര പിടിയില്ല കേട്ടോ. അതെന്താ, കല്യാണം കഴിച്ചതിന്റെ ചടങ്ങുകളൊക്കെ രഘുവേട്ട മറന്നുപോയോ? എന്റെ സദാനന്ദേട്ടാ, അല്ലെങ്കിലും ഈ പട്ടാളക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇവരങ്ങ് അതിർത്തിയിൽ ചെന്ന് നിൽക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള സകല കാര്യങ്ങളും മറന്നുപോയിന്ന് ഇവരഭിനയിക്കും. അതെ,
ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ഉം. ഇതൊക്കെ താൻ നേരിട്ട് ചെയ്യുമ്പോ അതിൻ്റെതായ ഒരു വൃത്തി ഉണ്ടാവും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഉം. ദേ കണ്ടോ കണ്ടോ എത്ര രസമായിട്ട് അച്ഛൻ അമ്മയെ മണിയടിച്ചതെന്ന്. മോളെ, നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴണം. അതിനു മുൻപ് അച്ഛന്മാരുടെ അനുഗ്രഹം വാങ്ങണം. വേണ്ട സദാനന്ദേട്ടാ, ഇവളുടെ അമ്മ ഞാന്. सुभगे त्वं जीव शरदशतम् माङ्गल्यं तन्तुनानेन मम जीवन हेतुना कण्ठे बध्नामि सुभगे त्वं जीव शरदशतम् मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरे मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज. ഞാൻ ജീവനെ ഒന്ന് നോക്കിയിട്ട് വരാം. ജീവ, നീ എവിടെയായിരുന്നു ഈ നേരം വരെ? വാ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. അമ്മേ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇതിനിടയിൽ നീ ഇനി എവിടെ പോവാ? അമ്മേ, എൻ്റെ 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവർ കൊടൈക്കനാലിൽ നിന്ന് വന്നത്. അവർക്ക് ഇവിടെ ആരും പരിചയമില്ല. ഞാൻ അവരെ പിക്ക് ചെയ്തിട്ട് വന്നോളാം. ആ ശരി, നീ വൈകല്ലേ മോനെ? ഇല്ല അമ്മേ, അമ്മ ടെൻഷൻ ആവണ്ട. ചെല്ലേ. കാതറിൻ, നിത്യനെ നമുക്ക് തനിച്ച് കാണാൻ കഴിയില്ല. ഇനി നിത്യക്ക് ചുറ്റും ബന്ധുക്കളായിരിക്കും. പിന്നെ ഒറ്റ മാർഗേ ഉള്ളൂ. വിവാഹ മണ്ഡപത്തിലേക്ക് ജീവന് നിത്യം ചെന്ന് കയറുന്ന സമയം. അപ്പോഴായിരിക്കണം കാതറിൻ അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്. അതുവരെ ജീവന്റെ കണ്ണിൽ പെടരുത്. കണ്ടാൽ അവനത് മറികടക്കാൻ എന്തെങ്കിലും ചെയ്യും. സാറ, കാതറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്ലീസ് കാതറിൻ. അമ്മേ, എനിക്ക് വയ്യേ, എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലേ. ആരെങ്കിലും ഒന്ന് ഓടി വരുമോ അമ്മേ? ആരാ അത്? അറിയില്ല. അയ്യോ, നോക്കാം.
എന്താ എന്താ മക്കളെ? ഇവിടെ ആരാ കരഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കണ്ട. കരഞ്ഞത് ഞാൻ തന്നെയാ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയും. ഞാൻ ചിലപ്പോ ചിരിക്കുകയും ചെയ്യും. ഓരോരോ ശീലങ്ങളെ. രണ്ടാളും കൂടെ കല്യാണം മുടക്കാൻ വന്നതാ. സാറമോളെ, ഈ മണ്ഡപത്തില് ഇനി എന്തെല്ലാം നടക്കുന്നു നിനക്കറിയോ? അതിനിടയിൽ നീയും ഇടങ്കൊലിട്ടാലേ അമ്മയ്ക്ക് സഹിക്കോടി. കാതറിൻ, നീ വാ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്, ഒന്ന് മാറിക്കേ. ദേ ജീവമോനെ, പറഞ്ഞ കാര്യം ദേ നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പോഴേ കല്യാണത്തിന് പായസം കുടിക്കുമ്പോ കാണാട്ടോ. ബൈ. മോനെ, എടാ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലുമില്ല. ഈ നാട്ടിലെ നിന്റെ അന്തസ്, ഇത്രയും കാലം കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം, എല്ലാവരും ബഹുമാനിക്കുന്നതിൻ്റെ പേര്, മോനെ, അതെല്ലാം ഒന്നിച്ചൊടുങ്ങാൻ പോവുക. എടാ മക്കളെ, നിനക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇതിൽ പിന്മാറാം. ഈ അമ്മാവൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. എടാ മക്കളെ, ഞാൻ നിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. പറയാനുള്ളതെല്ലാം നമ്മൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞു. തീരുമാനം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് മാറ്റമില്ല. എടാ മോനെ, വീണയ്ക്ക് സംഭവിച്ചതൊക്കെ മറന്ന് അവളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സെനിക്കിപ്പോൾ ഉണ്ട്. അത് അവൾക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി തൊഴുതിട്ട് വരാം. മോളെ, ഒന്നിങ്ങി വന്നേ. നീ ഹരിയോടൊപ്പം തൊഴുതിട്ട് വാ. ചെല്ല്. വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. നീ
ഭഗവാനെ എൻ്റെ മോനെ കാത്തോളണേ. സാറേ എവിടെയാന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നമുക്ക് മണ്ഡപത്തിലേക്ക് കയറാൻ പറ്റില്ല അച്ഛാ. കയറേണ്ടി വന്നാ കയറണം. ഏട്ടാ, സാറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സാറേ എന്തേ കാണിക്കുന്നേ? അവരിവിടെ വന്നോ അകത്തേക്ക് കയറിയോ ഒന്നും അറിയാൻ മാർഗമില്ലല്ലോ. ആ കൂടെയുള്ള പെണ്ണിന്റെ നമ്പർ ഉണ്ടോ? ഇല്ല, അത് ഞാൻ വാങ്ങിച്ചില്ല. ശേ, നമുക്ക് തന്നെ പരസ്പര ധാരണയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കും? അച്ഛാ ചിലപ്പോ ഫോൺ ചാർജ് തീർന്നോ മറ്റോ ആയിരിക്കും. സാറ് ഉറപ്പായും നമ്മളെ വിളിക്കും. ഇനി സാറൊക്കെ എന്തെങ്കിലും സംഭവിച്ചുവാണോ? അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ശ്രമിച്ചതുപോലെ. സാറ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്ത് മാർഗം ഉപയോഗിച്ചും നമ്മളിത് തടഞ്ഞിരിക്കും. നിങ്ങൾ തയ്യാറായി നിന്നോ? ഗൗരീ കല്യാണ വൈഭോഗമേ ലക്ഷ്മീ കല്യാണ വൈഭോഗമേ കൊത്തോട് വാഴை மரம் கொண்டு வந்து நீர் മോള് തൊഴുതോളൂ. ജീവനെ കാണുന്നില്ല. അമ്മ ഇപ്പ വരാം. മേൽക്കട്ട് കട്ടി ഗൗരീ കല്യാണ വീഴാമ്പലി കീഴുന്നുവോ തേടുന്നുവോ നിന്നോർമ്മകൾ അന്നു നീ നെഞ്ചിലെ ആശയാമമ്പരം ഇന്നു നീറനായി മാറുമീ നൊമ്പരം നോക്കിനാലെന്തിനോ ഭഗവാനെ, ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എല്ലാം അവസാനിച്ചു. ഇതെന്റെ അമ്മാവിന് വേണ്ടിയാണ്. കാത്തോളണേ. മാത്രകൾ മറവിലാഴുന്നു മനസ്സിലെ കരിയിലമൂടുന്നു കരളിലെ രോഗങ്ങൾ താഴ്മായുന്നുവോ താഴിളം തിങ്കളേ മേലെ മേടേറിയോ മധുര നൊമ്പര കാറ്റേ പോകയോ വീഴാമ്പലി കീഴുന്നുവോ തേടുന്നുവോ നിന്നോർമ്മകൾ പോയി പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളാ.